NSQ കീഴിൽ വരുന്നത് അസിസ്റ്റന്റ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ഓപ്പറേറ്റർ കോഴ്സ് AOPO പരിധിയിൽ കുട്ടികൾക്ക് ഉള്ള വെർച്വൽ ഫീൽഡ് വിസിറ്റിന്റെ ഭാഗമായി അനശ്വര ഓഫ്സെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചിൻ തെരഞ്ഞെടുത്തതിന് വളരെ നന്ദി ആദ്യമേ പറയുന്നു. അനശ്വരയെ ഇതിനു മുമ്പും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കമേഴ്ഷ്യൽ പ്രിന്റിംഗിന്റെ ആംഗിളിലാണ്. ഇത് കുറച്ചുകൂടി പാക്കേജിംഗ് എന്നുള്ളൊരു പുതിയ മേഖലയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന്റെ പാർട്ടായിട്ട് അനശ്വരന്റെ പുതിയൊരു യൂണിറ്റ് പാക്കേജിങ്ങിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ആയിരിക്കും നിങ്ങൾ കൂടുതൽ ഫെസിലിറ്റീസും അതിന്റെ പ്രൊഡക്ഷനും ആയിരിക്കും നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായി പുതിയൊരു മേഖലയാണ് പാക്കേജിംഗ്. പ്രിന്റിംഗ് ടെക്നോളജി ഒരുപാട് രീതിയിൽ വളർന്നു വന്നു കഴിഞ്ഞു. ഗ്ലോബലി 2008 റിസഷനിലും ഈ കോവിഡ് സമയത്തും ഏറ്റവും കൂടുതൽ ഉയർവ് അല്ലെങ്കിൽ മൂല്യം നിർണ്ണയിക്കുകയാണെങ്കിൽ പാക്കേജിംഗ് ഇൻഡസ്ട്രിക്ക് താഴ്ച വന്നിട്ടില്ല, മേലോട്ട് മാത്രമേ പോയിട്ടുള്ളൂ ഗ്ലോബലി. അപ്പൊ അതിന്റെ പാർട്ടായിട്ട് തൊഴിലുറപ്പിന് അല്ലെങ്കിൽ ഒരു ജോബ് സെക്യൂരിറ്റി എന്ന് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഒരു ചിന്തയുണ്ട്. അതിന് ഏറ്റവും ഉദാത്തമായ ഒരു കോഴ്സാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ നല്ലൊരു ഭാവി തീർച്ചയായിട്ടും ഉണ്ട്. അതിനുള്ള തെളിവാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ വെളിരാജ്യങ്ങളിലും ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് പാക്കേജിംഗ്. അനശ്വര അതിൽ മോണോ കാർട്ടൺ അല്ലെങ്കിൽ ഡ്യൂപ്ലെക്സ് പ്രിന്റിംഗ് ആൻഡ് പാക്കേജിംഗ് ആണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വേറെയും പല ഫീൽഡുകളുണ്ട് പാക്കേജിംഗ് തന്നെ. ഈ ഒരു ഫീൽഡ് വിസിറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പ്രീ പ്രസ്, പ്രസ്, പോസ്റ്റ് പ്രസ്. ഇത് പാക്കേജിംഗിന് അധിഷ്ഠിതമായിട്ടുള്ള ഏത് രീതിയിലാണ് നമ്മൾ സജ്ജീകരിച്ചിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിന്റെ തൊഴിലുറപ്പിന്റെ ഒരു കാര്യം ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഈ പാക്കേജിംഗ് വന്നതോടുകൂടി സാധാരണ പല ഇൻഡസ്ട്രികളിലും ഇന്ന് നമ്മൾ ഇൻഡസ്ട്രിയൽ 4.0 റവല്യൂഷന്റെ ഭാഗമായിട്ട് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതൊക്കെ വരുമ്പം ഒരുപാട് ജോലികൾ ഇല്ലാതാവും എന്നാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. പാക്കേജിങ്ങിനോട് ബന്ധപ്പെട്ട് പ്രിന്റിംഗ് ഇൻഡസ്ട്രിയിൽ പുതിയ പുതിയ തസ്തികകൾ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയും കൂടിയാണ്. അതായത് ജോബുകൾ നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത്, പുതിയ പുതിയ ജോബുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ. നേരത്തെയും ക്വാളിറ്റി കൺട്രോൾ ഉണ്ടായിരുന്നു. പക്ഷെ പാക്കേജിംഗിന്റെ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു മാനുഫാക്ചറിംഗ് ആംഗിളിലാണ് കണക്കാക്കുന്നത്. കുറെ കൂടെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ കാറ്റർ ചെയ്യാൻ ഒരേ പ്രൊഡക്റ്റ് തന്നെ നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. സപ്ലൈ മുടങ്ങാതെ കൺസിസ്റ്റന്റ് ആയിട്ട് സപ്ലൈ ചെയ്യണം. ശരിക്കും ഒരു കാർ മാനുഫാക്ചറിംഗ് പ്ലാന്റ് പോലെയോ അവിടെ വരുന്ന തൊഴിൽ രീതികളിലേക്കൊക്കെ ഇതിന്റെ മാറ്റങ്ങൾ വളരെ വേഗം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പുതിയ റോളുകൾ, ഇപ്പൊ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് R&Dയുടെ കീഴിൽ വരുന്ന പുതിയ മേഖലകളുണ്ട്. ഇന്നോവേഷൻ. അപ്പൊ ഇതിലെല്ലാം തന്നെ ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാർക്കും പല മേഖലയിലുള്ള വ്യത്യസ്തമായ മേഖലയിലുള്ള ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ ഇതിന് വളരെ ആവശ്യമായിട്ട് വരും. അത് എങ്ങനെ പ്രിന്റിംഗിലേക്ക് അല്ലെങ്കിൽ പാക്കേജിംഗിലേക്ക് കൊണ്ടുവരാമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ക്രിയേറ്റീവ് സൈഡും പ്രാക്ടിക്കൽ സൈഡും കൂടി ലിങ്ക് ചെയ്ത് ഒരുപാട് പുതിയ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ മേഖലയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ പ്രീപ്രസിൽ തന്നെ പാക്കേജിംഗിന് വേണ്ടിയിട്ട് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതിന്റെ സ്കിൽ സെറ്റ് വേറെയാണ്. സാമ്പിൾ മേക്കിംഗ് വരുന്നുണ്ട്. പിന്നെ ക്വാളിറ്റി കൺട്രോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് 3 രീതിയിൽ തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. ഒന്ന് ബിഫോർ പ്രൊഡക്ഷൻ ക്വാളിറ്റി കൺട്രോൾ, ഒന്ന് വൈൽ ഡൂയിങ് പ്രൊഡക്ഷൻ ക്വാളിറ്റി കൺട്രോൾ, പിന്നെ ഫൈനൽ ക്വാളിറ്റി കൺട്രോൾ, അതായത് കസ്റ്റമറിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ഉള്ള ക്വാളിറ്റി കൺട്രോൾ. അപ്പൊ ഇത് പല രീതിയിലാണ് ഇത് പോകുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് എല്ലാ ഏരിയയിലും ഇപ്പൊ സ്റ്റോറിലായാലും എസ്റ്റിമേഷനിലായാലും ഒരുപാട് മേഖലയിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ തന്നെ നമുക്ക് ഒരുപാട് പുതിയ തസ്തികകൾ ഇതിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പാർട്ടായിട്ട് നമുക്ക് ഇന്ന് നമ്മുടെ കൂടെ സഞ്ചരിക്കാം, നിങ്ങൾക്ക് വീക്ഷിക്കാം, നിരീക്ഷിക്കാം. നല്ലൊരു ഭാവി എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. എന്താണ് പാക്കേജിംഗ് എന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് നമ്മൾ കടയിൽ ചെല്ലുന്നു. നമ്മുടെ ആ പ്രോഡക്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ബോക്സിനകത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ബോക്സ് കാണുമ്പോഴത്തേനും ആ ബോക്സിന്റെ ക്വാളിറ്റി കണ്ടിട്ടാണ് നമ്മൾ ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നമ്മൾ നിഗമനം ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഫെയ്ഡ് ആയിട്ടുള്ള ഒരു ബോക്സിനുള്ളിലാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അത് അത്ര നല്ലതല്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തും. ഇനി നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോക്സിനുള്ളിലാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇരിക്കുന്നതെങ്കിൽ അത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് നമ്മൾ എത്താറുണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങണോ വേണ്ടെന്നുള്ള നമ്മൾ തീരുമാനം എടുക്കുന്നത് ആ ബോക്സിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. അപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുന്നത് പലപ്പോഴും ആ ഒരു രീതിയിലായിരിക്കും. ഇനി അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങാറുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ കടയിൽ ചെല്ലുന്നു, അതിന്റെ തന്നെ ഒരു 10 പാക്കറ്റ് ഒന്നിച്ചിരിപ്പുണ്ട്.
ഈ 10 പാക്കറ്റും തമ്മിൽ കളറിൽ നല്ല വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നമ്മളത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ അല്ലെങ്കിൽ പഴയതാണോ എന്നുള്ളൊരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തിയേക്കാം. അപ്പോൾ ഇതെല്ലാം ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ നമ്മൾ സംശയിക്കാനായിട്ട് ഇടവരുന്നൊരു സംഗതിയാണ്. അപ്പൊ ഏതൊരു സ്ഥാപനത്തിലെ ഒരു കമ്പനിയെ നിലനിർത്തുന്നത് അവരുടെ പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റിന്റെ സെയിൽ കൂടുന്നതിനനുസരിച്ചിട്ട് കമ്പനിയുടെ വളർച്ച കൂടും. പ്രോഡക്റ്റിന്റെ സെയിൽ കുറയുമ്പോഴത്തേനും ആ കമ്പനിയുടെ വളർച്ച കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ പാക്കേജിങ് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനിയുടെ വളർച്ചയെ തന്നെ ബാധിക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പാക്കേജിങ്ങിന് വളരെയേറെ പ്രാധാന്യം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആണ് നമ്മൾ പാക്കേജിങ്ങിന്റെ പ്രോസസ്സിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പാക്കേജിങ്ങിന്റെ പ്രോസസ്സിൽ ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നമുക്ക് അതിന്റെ പ്രോസസ്സിലേക്ക് വരാം. പ്രോസസ്സിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആദ്യം നമ്മൾ നോക്കുന്നത് ഇതിന്റെ മെറ്റീരിയലാണ്. നമ്മൾ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏത് വേണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ പ്രോഡക്റ്റിന്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റ് ട്രാവൽ ചെയ്യുന്നത് ഏതെല്ലാം മേഖലകളിലൂടെ ട്രാവൽ ചെയ്യുന്നു, ഏതെല്ലാം സിറ്റുവേഷനിലൂടെ നമ്മുടെ പ്രോഡക്റ്റ് കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുന്നു. ചിലപ്പോൾ വളരെ ചൂടുള്ള കാലാവസ്ഥയിലൂടെ പോകേണ്ടതായിരിക്കാം, ചിലപ്പോൾ തണുത്ത കാലാവസ്ഥയിൽ ഇരിക്കേണ്ടതായിരിക്കാം, ഇനി സ്ഥിരമായിട്ട് ഫ്രീസറിൽ ഇരിക്കേണ്ട ചില പ്രോഡക്റ്റുകൾ ഉണ്ടാവും, ഇനി മറ്റ് വിദേശ രാജ്യങ്ങളിലെ കാലാവസ്ഥയായിട്ട് യോജിച്ചു പോകേണ്ടതുണ്ടാവും. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു മെറ്റീരിയൽ നമ്മൾ തീരുമാനിക്കുന്നത്. ചിലപ്പോൾ ചൂടും തണുപ്പും ഉള്ള കാലാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഇത് 2 കാലാവസ്ഥയും അതിജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മെറ്റീരിയൽ വേണം നമ്മൾ തീരുമാനിക്കാൻ. പിന്നെ അതുപോലെ ആ പ്രോഡക്റ്റ് അതിന്റെ ആ ബോക്സിനുള്ളിൽ ഉള്ള പ്രോഡക്റ്റിന്റെ സ്വഭാവം, അതായത് അത് ലിക്വിഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണോ അതോ പൗഡർ രൂപത്തിലുള്ളതാണോ, ഇനി അതിന്റെ വെയിറ്റ്, ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബോക്സ് വേണം, അതിന് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മെറ്റീരിയൽ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ അതിനുശേഷം നമ്മൾ വരുന്നത് ഇതിന്റെ സ്ട്രക്ചറിലേക്കാണ് വരുന്നത്, ഇതിന്റെ കീ ലൈനിലേക്കാണ് നമ്മൾ വരുന്നത്. കീ ലൈനും നമ്മൾ ഇതുപോലെ തന്നെ ആ പ്രോഡക്റ്റ് ഏത് തരത്തിലാണ് അവര് പ്രൊഡക്ഷൻ യൂണിറ്റിൽ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മൾ കീ ലൈൻ നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പൊ കീ ലൈൻ തീരുമാനിക്കുമ്പോഴത്തേനും അത് ചിലത് മാനുവലി കുറെ ആളുകൾ ഇരുന്ന് പാക്ക് ചെയ്യുന്നതുണ്ടാവും. പിന്നെ ചിലത് ചിലപ്പോൾ മെഷീനിലായിരിക്കും അത് പാക്ക് ചെയ്യുന്നത്. മെഷീനിലാണ് പാക്ക് ചെയ്യുന്നതെങ്കിൽ ആ മെഷീനിൽ അത് തടസ്സം കൂടാതെ പോകുന്ന തരത്തിലുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കണം ആ കീ ലൈന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇനി ആളുകൾ ഇരുന്ന് മാനുവലി പാക്ക് ചെയ്യുന്നതാണെങ്കിൽ അവർക്ക് വേഗത്തിൽ ചെയ്യാൻ പാകത്തിന് അവരുടെ കൈയണക്കത്തിന് പറ്റുന്ന തരത്തിലുള്ള ഒരു കീ ലൈൻ ആയിരിക്കണം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി അങ്ങനെ നമ്മൾ കീ ലൈൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മളുടെ ആർട്ട് വർക്കിലേക്കാണ് വരുന്നത്, അല്ലെങ്കിൽ ഡിസൈനിലേക്കാണ് വരുന്നത്. അപ്പോൾ ഡിസൈനിലേക്ക് വരുമ്പോഴത്തേനും നമുക്കത് സ്ഥിരമായിട്ട് എപ്പോൾ പ്രിന്റ് ചെയ്താലും ഒരേ കളർ തന്നെ നമുക്ക് കിട്ടേണ്ട തരത്തിലാണെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആയിരിക്കണം അതിനകത്ത് വരേണ്ടത്. ഇപ്പോൾ ഒരേ കളറ് പല ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരേ പെർസെന്റേജ് തന്നെയാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അതുപോലെ ചില കളറുകൾ പാൻറ്റോൺ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് ക്ലയന്റുമായിട്ട് സംസാരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ ആ ഡിസൈനിൽ നമുക്ക് അതിന്റെ ഒരു പാറ്റേണും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കി അത് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഈ പെർസെന്റേജുകളെല്ലാം നമ്മൾ എപ്പോഴും നമ്മളത് മാർക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ട്. കാരണം ഇത് തന്നെ റിപ്പീറ്റ് വരുമ്പോൾ ചിലപ്പോൾ ഒരു 100 ഗ്രാമിന്റെ ബോക്സ് ആയിരിക്കാം നമ്മൾ ആദ്യം ചെയ്യുന്നത്, പിന്നെ അത് തന്നെ 200 ഗ്രാം 500 ഗ്രാം ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ എപ്പോൾ ചെയ്യുമ്പോഴും ഇതിനകത്ത് വരുന്ന കോമൺ ആയിട്ട് വരുന്ന കളറുകളെല്ലാം ഒരേ രീതിയിൽ കിട്ടാൻ പാകത്തിന് അതിന്റെ ആ കളറിന്റെ പെർസെന്റേജും കാര്യങ്ങളെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ ഈ ആർട്ട് വർക്ക് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു നമ്മൾ ആ കീ ലൈൻ വെച്ചിട്ടുള്ള ഒരു സാമ്പിൾ ബോക്സ് ഉണ്ടാക്കി നോക്കുന്നു. സാമ്പിൾ ബോക്സ് ഉണ്ടാക്കി നോക്കി അതും ആ സൈഡെല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മളത് നേരെ ശരിക്കും ഫിസിക്കലി ഉള്ള സാമ്പിൾ ഉണ്ടാക്കി അതിനകത്ത് ഈ പ്രോഡക്റ്റ് എല്ലാം ഇട്ട് നോക്കി അതെല്ലാം ഓക്കെ ആണോ എന്നുള്ളതെല്ലാം ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പിന്നെ നമ്മൾ പ്രൊഡക്ഷനിലേക്ക് പോകുന്നത്. പ്രൊഡക്ഷനിലേക്ക് പോകുമ്പോഴത്തേനും നമുക്ക് പിന്നീട് പ്രിന്റ് ചെയ്യാൻ പാകത്തിനുള്ള രീതിയിൽ അതെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ അത് പ്രൊഡക്ഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പുതിയതായി ഒരു പാക്കേജ് അഥവാ കാർട്ടൺ നിർമ്മിക്കുന്നതിന് വേണ്ടി നേരത്തെ തയ്യാറാക്കിയ ഡിസൈനിനും കീ ലൈനിനും അനുസരിച്ച് കാർഡിൽ അതിന്റെ രൂപരേഖ ലേസർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുന്നു.
കസ്റ്റമറിൽ നിന്ന് ലഭിക്കുന്ന പാക്കേജിന്റെ ഡിസൈനും കീ ലൈനും പ്രീപ്രസ് സെക്ഷനിൽ സൂക്ഷ്മ പരിശോധന നടത്തുന്നു. ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ കസ്റ്റമറുമായി സംസാരിച്ച് അത്തരം പരിഷ്കരണങ്ങൾ വരുത്തിയതിനു ശേഷം നിർമ്മിക്കേണ്ട ബോക്സ് അഥവാ പാക്കേജിന്റെ ഒരു മോഡൽ തയ്യാറാക്കുന്നു. അതിനായി അച്ചടിക്കേണ്ട കാർഡിൽ ബോക്സിന്റെ ഡിസൈനിന്റെ ഒരു ഡിജിറ്റൽ പ്രിന്റ് എടുക്കുന്നു. ബോക്സിന്റെ കീ ലൈൻ അഥവാ രൂപരേഖ കമ്പ്യൂട്ടർ വഴി ലേസർ കട്ടിംഗ് മെഷീനിലേക്ക് നൽകുന്നു. നേരത്തെ എടുത്ത ഡിജിറ്റൽ പ്രിന്റ് മെഷീനിൽ കടത്തിവിട്ട് ബോക്സിന്റെ ഔട്ട്ലൈൻ ലേസർ ഉപയോഗിച്ച് മുറിച്ചെടുക്കുന്നു. PDF ഫയൽ DFX ഫോർമാറ്റിലേക്ക് കൺവെർട്ട് ചെയ്താണ് ലേസർ കട്ടിംഗ് മെഷീനിലേക്ക് നൽകുന്നത്. ജിബോസ് ലേസർ ടെക്നോളജി കമ്പനി ലിമിറ്റഡ് എന്ന ചൈനീസ് കമ്പനി നിർമ്മിച്ച ലേസർ കട്ടിംഗ് മെഷീനാണ് ഇവിടെയുള്ളത്. ലേസർ കട്ട് ചെയ്തെടുത്ത രൂപം ഹാൻഡ് ഫോൾഡിങ്ങിലൂടെ മടക്കി ഒട്ടിച്ച് ബോക്സിന്റെ രൂപത്തിലാക്കുന്നു. ഈ ബോക്സ് കസ്റ്റമറെ കാണിച്ച് അപ്രൂവൽ വാങ്ങിയതിനു ശേഷമാണ് പ്രിന്റിങ്ങിനും ഡൈ മേക്കിങ്ങിനുമായി അതാത് സെക്ഷനിലേക്ക് പോകുന്നത്. കസ്റ്റമർ പാക്കേജിന്റെ മോഡൽ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോസിംഗ് സോഫ്റ്റ്വെയറിന്റെ സഹായത്താൽ സെറ്റ് ചെയ്യപ്പെട്ട കീ ലൈനുകൾക്കനുസരിച്ച് ഡൈ കട്ട് ചെയ്യാനുള്ള ഡൈ നിർമ്മിക്കുക എന്നതാണ് അടുത്ത ഘട്ടം. കേരളത്തിലെ മുൻനിര ഡൈ നിർമ്മാതാക്കളായ സുരേന്ദ്ര ലേസർ ടെക്നോളജീസ് ആണ് ഇവിടേക്കുള്ള ഡൈകൾ നിർമ്മിച്ചു നൽകുന്നത്. നിശ്ചിത കനമുള്ള പ്ലൈവുഡിലാണ് എൻഗ്രേവിംഗ് നടത്തി കട്ടിങ്ങിനും ക്രീസിങ്ങിനും അനുസരിച്ചുള്ള ബ്ലേഡുകൾ ഉറപ്പിക്കുന്നത്. ആദ്യം ബ്ലേഡുകൾ ആവശ്യമായ അളവിൽ മുറിച്ച് വേണ്ട സ്ഥലങ്ങളിൽ ബെൻഡിംഗ് നടത്തി എൻഗേജ് ചെയ്യപ്പെട്ട പ്ലൈവുഡിൽ ഉറപ്പിക്കുന്നു. തുടർന്ന് ഇവയ്ക്ക് ക്ഷതം സംഭവിക്കാതിരിക്കാൻ ചുറ്റിനും പാക്കിംഗ് നൽകുന്നു. ഈ ഡൈ ആണ് ഡൈ പഞ്ചിങ് മെഷീനിൽ ലോഡ് ചെയ്ത് കട്ടിങ്ങും ക്രീസിങ്ങും നടത്തിയെടുക്കുന്നത്. ബോക്സിന്റെ ഡിസൈനിന്റെയും കീ ലൈനിന്റെയും കൂടുതൽ അപ്സ് അഥവാ കോപ്പികൾ പ്രിന്റ് ചെയ്യാനുള്ള കാർഡിന്റെ വലുപ്പത്തിനനുസരിച്ച് ഇമ്പോസിംഗ് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്തെടുക്കുന്നു. PDF ഫോർമാറ്റിൽ സേവ് ചെയ്യപ്പെടുന്ന ഈ ഫയൽ CTP അഥവാ കമ്പ്യൂട്ടർ ടു പ്ലേറ്റ് സെക്ഷനിലേക്കാണ് പോകുന്നത്. കമ്പ്യൂട്ടർ സിസ്റ്റം, EP ബോക്സ്, പ്ലേറ്റ് എക്സ്പോസിംഗ് യൂണിറ്റ്, ഡെവലപ്പിംഗ് യൂണിറ്റ് എന്നിവയാണ് CTP മെഷീന്റെ പ്രധാന ഭാഗങ്ങൾ. രണ്ടുതരം സോഫ്റ്റ്വെയറുകളാണ് സിസ്റ്റത്തിനുള്ളത്: പ്രീപ്രസ് മാനേജർ, പ്രീപ്രസ് ക്ലയന്റ് എന്നിവയാണ്. സിസ്റ്റത്തിനെ എക്സ്പോസിംഗ് യൂണിറ്റുമായി ബന്ധിപ്പിക്കുന്നതിനാണ് പ്രീപ്രസ് മാനേജർ. PDF ഫയലിനെ എക്സ്പോസിംഗ് യൂണിറ്റിന് മനസ്സിലാകുന്ന 1 ബിറ്റ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് പ്രീപ്രസ് ക്ലയന്റ്. റാസ്റ്റർ ഇമേജ് പ്രോസസിംഗ് അഥവാ റിപ്പ് ചെയ്ത ഫയലാണ് പ്രീപ്രസ് സെക്ഷനിൽ നിന്നും ഇവിടെ എത്തുന്നത്. കമ്പ്യൂട്ടറിൽ നിന്നും എക്സ്പോസിംഗ് യൂണിറ്റിലേക്ക് ഫയൽ നൽകുകയും അതോടൊപ്പം എക്സ്പോസിംഗിനായി പ്ലേറ്റ് ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. തെർമൽ, വയലറ്റ് എന്നിങ്ങനെ രണ്ടുതരം സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള CTP മെഷീനുകളാണ് പ്രചാരത്തിലുള്ളത്. ഇതിൽ തെർമൽ ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള എക്സ്റ്റേണൽ ഡ്രം സംവിധാനത്തിലുള്ള മെഷീനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്.
എക്സ്പോസിന് ശേഷം തിരിച്ചു വരുന്ന പ്ലേറ്റ് പ്രോസസ് ചെയ്യുന്നതിനായി ഡെവലപ്പിംഗ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു. 4 പ്രവർത്തനങ്ങളാണ് ഇതിൽ നടക്കുന്നത്. ഡെവലപ്പിംഗ്, വാഷിംഗ്, ഗമ്മിംഗ്, ഹീറ്റിംഗ് എന്നീ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് പുറത്തു വരുന്ന പ്ലേറ്റ് പ്രിന്റിങ്ങിനായി പ്രിന്റിംഗ് സെക്ഷനിലേക്ക് പോകും. പാക്കേജ് നിർമ്മിക്കുന്നതിനുള്ള കാർഡ് ആവശ്യമായ അളവിൽ ആധുനിക പ്രോഗ്രാമബിൾ കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുന്നു. പ്രിന്റിംഗിൽ രജിസ്ട്രേഷൻ അഥവാ കൃത്യത ഉറപ്പാക്കുന്നതിനായി പഞ്ചിങ് മെഷീനിൽ പഞ്ച് ചെയ്തതിനു ശേഷമാണ് പ്ലേറ്റ് മൾട്ടി കളർ ഷീറ്റ് ഫെറ്റ് ഓഫ്സെറ്റ് മെഷീനിലേക്ക് ലോഡ് ചെയ്തു. പ്രിന്റിംഗ് മെഷീനിൽ സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക് കളറുകളും കോട്ടിങ്ങും പ്രിന്റ് ചെയ്ത് ഡെലിവറിയിൽ വന്നു വീഴുന്ന കോപ്പി CPC സംവിധാനത്തിൽ വെച്ച് മാഗ്നിഫൈയിങ് ഗ്ലാസ്, ഡെൻസിറ്റോമീറ്റർ, കളർ ബാറുകൾ എന്നീ ഉപകരണങ്ങളുടെ സഹായത്തോടെ പ്രിന്റിംഗിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുന്നു.